കെമിസ്ട്രി മുഴുവൻ ചാപ്റ്റേഴ്സ് ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ കീമിന്റെ ഒരു ലെവൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോർഡ് ലെവൽസ് എന്താണോ അതിന്റെ ഇച്ചിരി പൊടിക്ക് കയറി നിൽക്കുന്ന ലെവലാ. ജെയുടെ ലെവലിലോട്ട് നമ്മൾ എന്താ പറയാ കട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വേണ്ട. നിങ്ങൾ അത്യാവശ്യം ഈ വരുന്ന 40 ദിവസം അല്ലെങ്കിൽ ഈ വരുന്ന 30 ദിവസം വൃത്തിയായിട്ട് കിട്ടുന്ന ക്ലാസ്സുകൾ പഠിക്കുക. നിങ്ങളുടെ ഭാഗത്ത് അഡീഷണലി കുറച്ചും കൂടി എന്താ പറയാ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതിന് എന്റെ ഭാഗത്തിന് ക്ലാസ് എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ എന്ത് പേഴ്സണൽ ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തത്. കാരണം ഒരാൾ പോലും കീം അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടാതെ വരരുത്. കാരണം എളുപ്പത്തിൽ കിട്ടും. നല്ല കേരളത്തിലെ നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റുന്ന സിമ്പിൾ സാധനമാണ് എന്ത്, നമ്മളുടെ ഒരു കീം എക്സാം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ കറക്റ്റ് ഓർഡർ വേണം. കറക്റ്റ് ഓർഡറിൽ പഠിച്ചു പോകണം. തീർക്കണം എന്ന മൈൻഡ് ഉണ്ടാവണം. പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള മൈൻഡ് ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഈ ബോർഡ് എക്സാമിനൊക്കെ ചെയ്യുന്ന പോലെ ലാസ്റ്റിലേക്ക് എക്സാമിന്റെ സമയത്തേക്ക് അങ്ങനെ വെക്കരുത്. ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ഓൾ തിയറി ഷുഡ് ബി ദെയർ ഇൻ വിത്ത് യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിൽ വേണം. ആ തിയറി അപ്ലൈ ചെയ്യാൻ പഠിക്കണം. പുതിയ എന്തെങ്കിലും കോൺസെപ്റ്റുകൾ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനെ എ സ്കോറും ബിനെ ബി സ്കോറും ആക്കാൻ മോഡ് അപ്ലൈ ചെയ്യുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നു. ഒരു പക്ഷെ നിങ്ങളത് പ്ലസ് വണ്ണിൽ അത് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളവിടെ ഞാൻ പറഞ്ഞ തിയറി നോട്ടിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാ അവിടെ എഴുതി വെക്കണം? എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെക്കണം. ജസ്റ്റ് കാര്യങ്ങൾ കേട്ടോ. കീമ് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് കുട്ടി പി വൈക്ക് ചോദിക്കുക. പി വൈക്ക് ഞാൻ നോക്കാൻ പറഞ്ഞു ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇതുവരെ കീമിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പൊ കീമിന്റെ സ്റ്റൈൽ എന്താ നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ കീമിന്റെ സ്റ്റൈൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പി വൈ ക്യൂസ് നോക്കണം, വിത്ത് സൊല്യൂഷൻസ് നോക്കണം. അങ്ങനെ നിങ്ങൾ പി വൈ ക്യൂസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പറിന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ലെവലിൽ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഏതൊക്കെ ലെവലിലേക്ക് എന്റെ തോട്ട് മാറ്റണം, തിങ്കിങ് മാറ്റണം, എന്റെ പഠന രീതി മാറ്റണം നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റു നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ കുറെ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു പോയിട്ട് അത് വരുമ്പോൾ അയ്യോ ഇത് എങ്ങനത്തെ സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ചാപ്റ്ററിന്റെ പ്രീവിയസ് നോക്കുമ്പോൾ കോംപ്ലക്സ് നമ്പർ ഇങ്ങനെയൊക്കെ ഡൈവേർഷൻസ് വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വരാം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അടുത്തൊരു എക്സാമിന് പുതിയൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത്ര ഐഡിയ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ കാര്യം. എന്ത് ചോദിക്കാണ്ടോ? ഓരോ ചാപ്റ്റർ വെയിറ്റേജ് അങ്ങനത്തെ വെയിറ്റേജ് നമുക്ക് പറയാൻ പറ്റൂല. തിയറി എവിടെ കിട്ടുന്നോ എന്താ ഇഷ്യൂ? സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാവുന്ന PDF ഒക്കെ ഉണ്ടാവും. ഓക്കെ, ബുക്ക് നെയിം MTG കേട്ടോ. ഓക്കെ, ക്ലാസ് ടൈം ഞാൻ പറയാം, ഞാൻ പറയാട്ടോ. ഞാൻ ടീച്ചറുടെ അടുത്ത് ഐ വിൽ ഇൻഫോം ഹർ ടു ഡു ദാറ്റ്. ഓക്കെ, ഐ ബി ഡൂയിങ് ദ സെയിം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രാവശ്യം കീം അടിക്കും. ഓക്കെ, എന്റെ കൂടെ നിൽക്കുക. എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂട്ടാ. ഓക്കെ, ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതാണ്, ഒരുപാട് മെറ്റീരിയൽസ് ഡീൽ ചെയ്യുന്നതാണ്. എനിക്ക് ചിലപ്പോൾ ചില നല്ല നല്ല ക്വസ്റ്റ്യൻസ് വിത്ത് അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്നാപ്പ് ചെയ്തിട്ടൊക്കെ അതേ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇട്ടിട്ട് നിങ്ങളെ ഡെയിലി നിങ്ങൾക്ക് ചേരാനൊക്കെ പറ്റുന്ന സെറ്റപ്പുകളും കാര്യങ്ങളും മെറ്റീരിയൽസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. യു ക്യാൻ യൂട്ടിലൈസ് മീ ദ മാക്സിമം. ഓക്കെ, ഹാപ്പി? അപ്പൊ എന്നാലേ ഞാനേ ഞാനിപ്പോ ജസ്റ്റ് ലീവ് ചെയ്യാൻ ഞാൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ഒന്നുകൂടി നോക്കട്ടെ. എന്ത് പ്രശ്നങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ കണ്ടിന്യൂ വിത്ത് ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും നസ്ന. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടൊന്നുമില്ല അഖില. നമ്മൾ സൂമിന് എന്താ പ്രശ്നം വന്നപ്പോ ജസ്റ്റ് ഞാൻ ഫോണിൽ വന്നിട്ട് നമ്മൾ സംസാരിച്ചാണ്. നമുക്ക് ഗ്യാപ്പ് വരാൻ വേണ്ടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. നസ്ന കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ജെയുടെ കേസിൽ നിങ്ങളോട് ഇങ്ങനെ പറയില്ല. കീമിന്റെ കേസിൽ എനിക്ക് പറയാൻ പറ്റും, കാരണം കീം കിട്ടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരു പക്ഷെ ഒരു മാസം നിങ്ങൾ ഉറക്കത്തൊന്ന് കുറച്ച് ഒന്ന് ട്രിഗർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന ഏപ്രിൽ എക്സാം കഴിഞ്ഞിട്ട് വരുന്ന മെയ് ജൂൺ ജൂലൈ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഉറങ്ങാം. നന്നായിട്ട് സ്കോർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ലാസ്റ്റ് കാര്യം, ഈ കഴിഞ്ഞ 2024 പേപ്പേഴ്സ് ഉണ്ടല്ലോ, ഏകദേശം എനിക്ക് 7-8 പേപ്പേഴ്സ് സൈറ്റുകളിൽ അവൈലബിൾ ആണ് വിത്ത് സൊല്യൂഷൻ. നിങ്ങൾ അതിന്റെ പേപ്പർ എടുക്കുക, സൊല്യൂഷൻ എടുക്കുക, അത് പ്രിന്റ് എടുത്ത് വീട്ടിൽ വെക്കാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ കോംപ്ലക്സ് നമ്പർ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ സാർ, ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ 20 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് നോക്കി സാർ. ഓക്കെ സാർ, അതിനുശേഷം നിങ്ങൾ ഈ 7-8 പേപ്പറുകളിലൂടെ കണ്ണോടിക്കുക. എന്നിട്ട് നിങ്ങൾ തപ്പുക എവിടെ കോംപ്ലക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, ചെയ്തു നോക്കുക. അപ്പൊ 8 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പർ 2 ചോദ്യം ചോദിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ 2024 പേപ്പറുകളിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസ് കിട്ടും. ആ 16 ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്കിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ സൊല്യൂഷൻ നോക്കരുത്. ചിലപ്പോൾ 16 നിങ്ങൾക്ക് ഒരു 5-6-7 കിട്ടും, ബാക്കി 9 മിസ്സിംഗ് ആ.
പോയി സൊല്യൂഷൻ നോക്കുക, പഠിക്കുക, ഇതെല്ലാ ചാപ്റ്ററിനും പ്രൊസീഡ് ചെയ്യുക. അങ്ങനെ തേച്ച് മിനുക്കി 10-15 ദിവസം ആകുമ്പോഴേക്ക് നമുക്ക് ഇതിന്റെ ഐഡിയ കത്തും, നമുക്ക് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. കിട്ടും ആദിത്യ. PYQs നന്നായിട്ട് ഞാൻ പറഞ്ഞത് സമയം നിങ്ങൾ ഉണ്ടാക്കി ചാപ്റ്റർ വൈസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആണ്. ടൈം ഉണ്ടാക്കണം. ഡെയിലി അത് ഡെയിലി ഹവർ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ടാർഗറ്റ് വെക്കണം. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ആസ് എ ടീച്ചർ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പഠനത്തിലേക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ സമയം കണ്ടുവെച്ചിട്ട് പഠിക്കരുത്. അപ്പൊ ഞാൻ ഇന്ന് മുതൽ 4 അവർ പഠിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ആ 4 അവറിലേക്ക് നിങ്ങളുടെ മെറ്റീരിയൽ, നിങ്ങളുടെ സ്റ്റഡി സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് വെക്കരുത്. മറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ എനിക്ക് ഇന്ന് രാവിലെ എണീക്കും എന്റെ മൈൻഡിൽ കെമിസ്ട്രിയിലെ 2 ചാപ്റ്ററിന്റെ PYQ ഫുള്ള് തീർക്കണം, ഫിസിക്സ് 1 ചാപ്റ്റർ PYQ ഫുള്ള് തീർക്കണം, മാത്സ് 2 ചാപ്റ്റർ ഫുള്ള് തീർക്കണം. അപ്പൊ എനിക്ക് ഈ 5 പരിപാടി ഇന്ന് തീർക്കണം എന്നാണ് എന്റെ ഒരു പ്ലാൻ. അതിന് എത്ര സമയം ആവശ്യമുണ്ടോ അത്രയും സമയം ഞാൻ ചെലവഴിക്കണം. അല്ലാതെ എനിക്ക് ഇന്ന് 4 മണിക്കൂറാണ് പഠിക്കാനുള്ളത്, അതിലേക്ക് 2 ചാപ്റ്റർ പ്രീവിയസ് മാത്സ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ സമയം തീർന്നു, ബാക്കി 3 അവിടെ പെൻഡിങ് വെച്ചു എന്ന് വിചാരിക്കരുത്. മനസ്സിലായല്ലോ? ഐഡിയ കിട്ടിയല്ലോ? ചെയ്യാൻ പറ്റുമെന്നാ അത് ഡാർക്ക് ഔട്ട് ആകുന്നതിന്റെ അപ് ടു യു. ഞാൻ മാക്സിമം ചാപ്റ്റർ കവർ ചെയ്യും, ഒബ്വിയസ്ലി കവർ ചെയ്യും. ഓക്കെ, ഞാൻ നോക്കട്ടെ. എന്റെ സിസ്റ്ററിന്റെ കുഴപ്പമാണോ എന്നറിയില്ല. നമ്മളിപ്പോ ഓൺലൈൻ ഇപ്പൊ ഫുൾ ഓഫ്ലൈൻ ഓടിക്കൊണ്ട് പെട്ടെന്ന് ഓൺലൈനിലേക്ക് വന്നിട്ടുണ്ടോ, സൂമിനൊക്കെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. ഞാനൊന്ന് റീകണക്ട് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒരു എത്ര വെച്ചാൽ നമുക്ക് ചെയ്യാം. ലമ്മി PDF ആയിട്ടൊക്കെ തരും. രാവിലെ ആക്കാനോ? രാവിലെ എപ്പോഴാക്കാം? നോമ്പിന്? നോക്കട്ടെ, ഞാനൊന്ന് റീകണക്ട് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല. ഇപ്പം ഒരു ഐഡിയ കിട്ടിയല്ലോ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ടോപ്പിക് എന്താണെന്ന് മനസ്സിലായല്ലോ, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാൻ ഐഡിയ മനസ്സിലായല്ലോ, പഠിക്കേണ്ട രീതി മനസ്സിലായല്ലോ, എന്നോട് എന്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ഞാനത് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? എന്ത് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് ആ പേഴ്സണൽ, എൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ടച്ച് അങ്ങനെ കേട്ടോ. എന്ത് ചോദിച്ചാലും നിങ്ങളത് ഞാനത് പേഴ്സണലി 1 by 1 എല്ലാവരും നോക്കി ക്ലിയർ ചെയ്തിട്ട് ക്ലാസ് പോയിട്ട് എടുക്കുന്ന സാധനം വ്യക്തമാക്കാന്നുള്ളതാണ് എന്റെ ഒരു മോട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് റീകണക്ട് ചെയ്തോട്ടെ. ട്രൈ ടു റീകണക്ട് മൈ സൂം അഗെയിൻ. അപ്പോൾ അവിടെ കാണാം. നമുക്ക് ഒന്നിട്ടാ ഞാൻ ലീവ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഹലോ, കേൾക്കാവോ ഞാൻ പറയുന്നത്? ഓക്കെ, ഇത് നമ്മളാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഈ ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാരും ടെൻസ്ഡ് ആവേണ്ട. കാരണം ഞാനും ഇതേപോലെ കീം എക്സാം എഴുതി അറ്റൻഡ് ചെയ്ത് പാസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, കീം എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ കീം കഴിഞ്ഞ് ഇതിൽ എഴുതി ക്രാക്ക് ചെയ്ത് കയറിയ ആളാണ്. സോ എല്ലാവരും കോൺഫിഡൻസ് ആയിട്ടിരിക്കും, എല്ലാവർക്കും എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. വോയിസിന് പറയുന്ന ഹലോ ഹലോ ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ്സിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എന്നും എന്ത് ചെയ്യും, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. കാരണം അതിലായിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ ആയാലും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും നമ്മുടെ PDF ആയാലും എക്സസൈസ് വർക്ക് ആയാലും ഒക്കെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുക. അപ്പൊ എല്ലാവരും വാട്സപ്പ് ചാനൽ എന്ത് ചെയ്യണം, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതെ, 30 days ഫ്രീ ക്ലാസ് തന്നെയാണ്. ഓക്കെ, നമ്മൾ സൂമിന്റെ ഇഷ്യൂ നമ്മൾ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിലോട്ട് മാറാം.
ക്ലാസ് രാവിലെ ആക്കാൻ നോക്കാം നമുക്ക്. കാരണം നമുക്ക് അവൈലബിലിറ്റി സാർമാർ ഫാക്കൽറ്റീസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഇതാക്കാം. മക്കളെ വെൽക്കം ബാക്ക്. കേൾക്കണ്ടോ? ഹലോ 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 ഹലോ. ഇപ്പൊ എന്റെ കുഴപ്പമാണോ റൂമിന്റെ കുഴപ്പമാണോ നമുക്ക് മനസ്സിലാവുന്നില്ല. ഡെയിലി ക്ലാസ് ഉണ്ടോ? ഡെയിലി ക്ലാസ് ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പോവാം. സൂം നമ്മൾ വെറുതെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. മാം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മാം ക്രാക്ക് ചെയ്ത് വന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. ലൂസിഫർ സിനിമയിൽ ചോദിക്കുന്നില്ല, ഫണ്ട് വരുമെന്ന് പറഞ്ഞാൽ വരും എന്ന് പറഞ്ഞ പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും. ക്രാക്ക് ചെയ്യണം. ഓ, നമ്മൾ ഇവിടെയാണ്. ഇവിടെ ഈ 9 നമ്മൾ അങ്ങോട്ട് പോയത് അല്ലേ. അപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ സെറ്റായി വരുമ്പോഴാണ് നമ്മളെ ഇയാൾ ചതിച്ചത്. റെഡി? ഓക്കെ, ലെറ്റ് മീ കണ്ടിന്യൂ. അപ്പോ ഞാൻ പറയട്ടെ. ഐ തിങ്ക് ഐ എം ഓഡിബിൾ ടു യു ഓൾ. പറ്റണം കുട്ടാ, അല്ലാണ്ട് എവിടെ പോകാനാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് മോഡുലസ് അപ്ലൈ ചെയ്യണം എന്നുള്ള ഐഡിയ അവിടെ എത്തിയില്ലായിരുന്നോ? ഞാൻ പറയൂ. മോഡുലസ് ആണ് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായില്ലായിരുന്നോ? Yes, now we will wait. Okay. അപ്പൊ നമുക്ക് നോക്കാം. ലിസൺ ടു മീ, ഓൾ ഓഫ് യു പ്ലീസ് ട്രൈ ടു ലിസൺ. നമുക്ക് ഇതിന് മോഡുലസ് കൊടുക്കാം. √3 - i all raised to 50 മോഡുലസ് കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോ 2⁴8നും കൂടെ x - iy കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? മോഡുലസ് കൊടുക്കണം. മോഡുലസ് ആണ് കൊടുക്കണം. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമ്മൾ എന്തായാലും ഈ ഒരു പ്രോബ്ലം എന്തായാലും സോൾവ് ചെയ്യേണ്ടത്. എന്തായാലും നമ്മൾ ഗൂഗിൾ മീറ്റിലോട്ടോ അല്ലെങ്കിൽ സൂമിന്റെ ഇഷ്യൂസും സോൾവ് ചെയ്യാൻ നോക്കാം മാക്സിമം. എന്തായാലും ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഇന്ന് ആക്ച്വലി ഈ ഗൂഗിൾ മീറ്റ് ഇടാൻ കാരണം ഫാക്കൽറ്റീസിനും അതിൻ്റെ ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് ഇനി പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ PDF കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാം ഗൂഗിൾ മീറ്റിൽ, സോറി വാട്സപ്പ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് മാക്സിമം എന്ത് ചെയ്യുക, എന്നും ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ അതിൽ എല്ലാ PDF കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ നമ്മൾ ഈ പ്രോബ്ലം ഗൂഗിൾ മീറ്റിലോട്ട് മാറാൻ നമ്മൾ നോക്കുക എന്തായാലും. അതെ, നമ്മൾ ഡെയിലി എക്സാംസ് നടത്തും. പിന്നെ അതുപോലെ തന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു വീക്ക്ലി ടെസ്റ്റ് നമ്മൾ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ ഒരു ഗൂഗിൾ ഫോം പോലെ ആയിരിക്കും, ഓൺലൈൻ ആയിരിക്കും എക്സാം എടുക്കുക. അത് കീ ടൈപ്പാണ്. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. എല്ലാ വർഷവും കമ്പ്യൂട്ടർ ബേസ്ഡ്. കാരണം പിന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും വന്നുകൊണ്ട് ഈ വർഷം മുതലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കാൻ തുടങ്ങിയത്. നമ്മളിൽ ഒന്നെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും, മോർണിംഗ് നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
വാട്സപ്പിൽ നമ്മൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഫ്രീ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് തരാണ്. നമുക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേർക്ക് വാട്സപ്പ് ചാനലിൽ നമ്മൾ ഷെയർ ചെയ്ത് തരാം. ഹലോ മാം, സൂം എന്തോ പ്രശ്നമുണ്ടോ? ലീവ് ആയി പോകുന്നല്ലോ ഞാൻ ഇടുന്നത്. ഹലോ, കേൾക്കണ്ടോ? കെൻ യു ഹിയർ മീ? കേൾക്കുന്നുണ്ട്. ലീവ് ഓട്ടോമാറ്റിക്കലി ലീവ് ആയി പോകുന്നു. എങ്ങനെ? ഓട്ടോമാറ്റിക്കലി ലീവ് ആയി പോകുന്നു. എന്നിട്ട് പറയാമോ? കേൾക്കുന്നില്ല. ഓട്ടോമാറ്റിക്കലി ലീവ് ആയി പോകുന്നു. ഓ, അതെന്തു പറ്റി? അറിയില്ല, നോ സൂമിന്റെ ഐഡിയ. ഇഷ്യൂ ആണോ അതോ? സൂമിന്റെ ഇഷ്യൂ ആവാനാണ് ചാൻസ്. എന്ന് ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. ഹലോ, അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ വാട്സപ്പിലെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതേപോലെ കീമിന് ഒരുപാട് ഫ്രീ ആയിട്ട് നമ്മൾ ക്രാഷ് കോഴ്സ് എടുക്കും. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അതുപോലെ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും ചാനൽ എന്ത് ചെയ്യണം, ചെക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടും. ഇന്നത്തെ ഏതായാലും ക്ലാസ്സിന്റെ PDF നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് തരാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ നോമ്പ് കഴിയുന്നവരെ നമ്മൾ ഈ ഒരു ടൈം ആയിരിക്കും മിക്കവാറും പറ്റുക. കാരണം നോമ്പ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് 7:30 ഒക്കെ നമുക്ക് അവൈലബിൾ ആക്കി തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് നമ്മൾ സബ്ജക്ട് വൈസ് ആണ് നമ്മൾ ഇപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും. ബയോളജി ഇല്ല, കാരണം ബയോളജി കീമിന് ഇല്ല സബ്ജക്ട്. അതെ, 30 days കൊണ്ട് നമുക്ക് എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്ത് കവർ ചെയ്ത് തരും. ഓക്കെ, നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കാരണം ഞാൻ ഇതേപോലെ നിങ്ങളെ പോലെ കീം ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ അപ്പൊ എല്ലാവർക്കും എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. CUTക്കും ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ് വരുന്നത്. അപ്പോ സെയിം ഇത് ഫിസിക്സും കെമിസ്ട്രിയും ഇത് തന്നെ പഠിച്ചാൽ മതി CUT എക്സാമിന് വേണ്ടിയിട്ടും. അല്ല, നാളെ മാത്സിലാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ ഏതാ ക്ലാസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിലെല്ലാം അറിയിക്കാം. സബ്ജക്ട് ഉള്ളത് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും. അതുപോലെ തന്നെ BPharm കോഴ്സുകൾക്ക് വരുന്നത് ഫിസിക്സും കെമിസ്ട്രിയാണ്. ബയോളജി കീമിന് ഇല്ല, അത് നീറ്റിനാണുള്ളത്. CUTക്കും ഇതേപോലെ മാത്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസിൽ മാത്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. കീമിൽ വരുന്ന മെഡിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാർമസി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. കീമിൽ വരുന്നത് അതിൽ ഫിസിക്സും കെമിസ്ട്രി മാത്രം മതി. BPharm കോഴ്സുകളൊക്കെയാണ്. ഓഫ് കോഴ്സ്, എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് കിട്ടും. അതുപോലെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു പാറ്റേൺസ് കാര്യമൊക്കെ നമ്മളെല്ലാം പറഞ്ഞു തരും. അതുപോലെ മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യും. എല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇതും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും.
അതെ, CUT കീമിനേക്കാളും ഒന്നുകൂടി ഒരു ഹൈ ലെവലാണ്. പക്ഷെ നമ്മൾ ആ ഒരു ബേസിലായിരിക്കും പഠിപ്പിക്കുന്നത് എന്തായാലും. ക്വാളിഫിക്കേഷൻ ഓരോ വർഷം ഓരോ മാർക്കാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. കാരണം നമുക്ക് ക്വാളിഫിക്കേഷൻ മാർക്കൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് പഠിക്കാൻ കഴിയെങ്കിൽ നമുക്ക് എങ്ങനെയായാലും എന്ത് കീം എങ്ങനെയായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫോർട്സ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും എന്തായാലും ഷുവർ ആയിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെ, CUTക്ക് നിങ്ങൾക്ക് ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. കാരണം അവർ കൂടി ഇതിൽ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് അവർ കൂടി നിങ്ങൾ എന്ത് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി ആർക്കും ഒരു ഡൗട്ട്സ് ഇല്ല, വൈൻഡപ്പ് ചെയ്യട്ടെ. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ എക്സാംസ് പിറ്റേ ദിവസം നടന്നായിരിക്കും. അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അത് തന്നെ 1 വീക്ക് ക്ലാസ്സിന്റെ എക്സാം വീക്ക്ലി ടെസ്റ്റ് ആയിട്ട് വേറെ സെപ്പറേറ്റ് നടത്തുകയും ചെയ്യും. അത് CUT ലെവലിലും കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത്. അതായത് കീമിന് നമ്മൾ ഇത് മാത്രമല്ല, നമ്മുടെ എന്താണ്, നമ്മുടെ +2 സ്കോർ വെച്ചിട്ടും കൂടിയാണ് റാങ്കും കാര്യങ്ങളും വരുന്നത്. അപ്പോ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും എന്നാ ലെഫ്റ്റ് ആയിക്കോ. ഇനി ആർക്കും ഒരു ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിലെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അതിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു.